CPMന്റെ ഉറച്ച കോട്ടയെ വിറപ്പിക്കാൻ കോൺഗ്രസ് ഉരുക്ക് വനിതയെ തന്നെ ഇറക്കുകയാണ്. ധൈര്യപൂർവ്വം പുലിമടയിൽ കയറാൻ പോകുന്നത് പെൺപുലി തന്നെ. കുട്ടി മേയറെ കാണിച്ച തലസ്ഥാനം കൈപ്പിടിയിലാക്കിയ CPMന് മുന്നിലേക്ക് കോൺഗ്രസ് ഇറക്കുന്നതും അതേ തുറുപ്പുചീട്ടാണ്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ പത്തിമടക്കിയ സ്ഥിതിക്ക് കോൺഗ്രസ് ഇപ്പോൾ ഇറക്കുന്നത് 24 വയസ്സുകാരിയെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഇളമുറക്കാരി KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷ്. CPMന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിൽ നിന്നാണ് പൊരുതാൻ പോകുന്നത്. ടെക്നോ പാർക്ക് ജീവനക്കാരിയ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കൂടിയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്നും ജേർണലിസത്തിൽ ഡിപ്ലോമ നേടിയ ശേഷം വിവിധ TV ചാനലുകളിലും നഗരത്തിലെ പ്രധാന ഷോകളിലും അവതാരികയായിരുന്നു. ജില്ലയിലെ കോൺഗ്രസിന്റെ സമരങ്ങളിലും സജീവ സാന്നിധ്യമാണ് വൈഷ്ണ. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. KSU വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ബാസ്കറ്റ് ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞ കൂടിയാണ്. സുരേഷ് കുമാർ, ലലി സുരേഷ് എന്നിവരാണ് മാതാപിതാക്കൾ. ഇന്ന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗിക പ്രഖ്യാപിക്കുന്നതോടെ വാർഡുകൾ സജീവമാകാനാണ് വൈഷ്ണ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തും മുൻപേ സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടാണ് കോൺഗ്രസ് എത്തിയത്. K മുരളീധരന്റെയും VS ശിവകുമാറിന്റെയും നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 10-ൽ നിന്നും 51 ആക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ടെങ്കിലും KS ശബരിനാഥനെ മത്സരിപ്പിക്കുന്നതിന് പിന്നിലെ കാരണമായി മുരളീധരൻ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് കോർപ്പറേഷനിലെ വിജയം ആക്കം കൂട്ടും എന്നാണ്. 2020-ൽ UDFന് 10 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. 51 സീറ്റ് പിടിച്ചെടുത്ത LDF ആയിരുന്നു നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. 34 സീറ്റുള്ള NDA ആണ് പ്രതിപക്ഷമുള്ളത്. മറ്റുള്ളവർക്ക് 5 സീറ്റുകളും ലഭിച്ചു. K മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല ഉള്ളത്. അദ്ദേഹം നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള BJP അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ കൂടിയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. AICCയുടെ ഇടപെടലിനെ തുടർന്നാണ് ശബരി ഉൾപ്പെടെയുള്ളവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്.